ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 17ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയർ ഐസർ ക്വസ്റ്റ്യൻ ആണ്. 2024 വന്നൊരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ വന്നത് ഫോട്ടോസിന്തസിസ് അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്നീ രണ്ട് ചാപ്റ്റേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ എൻസൈംസ് ഇൻ കോളം 1 വിത്ത് ദ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് ഇൻ കോളം 2. കോളം 1 എൻസൈംസ് കൊടുത്തിട്ടുണ്ട്, കോളം 2 അത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ കൊടുത്ത എൻസൈംസ് നമുക്ക് നോക്കാം. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്, ATP സിന്തേസ്. ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന എൻസൈംസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ തിയറിയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്, ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലൂടെ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 പൈറുവേറ്റ് ആയി മാറും. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ്. 2 പൈറുവേറ്റ് മോളിക്യൂൾ ആയിട്ട് മാറും. ഇനി എയറോബിക് റെസ്പിറേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എങ്കിൽ ഈ പൈറുവേറ്റ് നേരെ എങ്ങോട്ടേക്ക് എത്തും? മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് എത്തും. ഇതാണ് മൈറ്റോകോൺട്രിയന്റെ മെട്രിക്സ്. ഈ കാണുന്ന ഭാഗമാണ് മെട്രിക്സ്. ഇതാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇതാണ് ഇന്നർ മെംബ്രെയിൻ, ഇതാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? യെസ്. ഇനി അകത്തെത്തിയ പൈറുവേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അസറ്റൈൽ CoA. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് എന്ത്? പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ളത് നമുക്കറിയാം. ദെൻ ഈ അസറ്റൈൽ CoA പിന്നീട് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. ക്രെബ്സ് സൈക്കിളിൽ NADH-ഉം FADH2 ഒക്കെ റിലീസ് ചെയ്യും. ആൻഡ് ആ റിലീസ് ചെയ്യുന്ന NADH-ഉം FADH2 എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് ക്രെബ്സ് സൈക്കിളിൽ നിന്നുള്ള NADH-ഉം FADH2 ഒക്കെ എത്തുന്നത്. ആൻഡ് അവിടെ നിന്ന് അതിനനുസരിച്ചുള്ള ATP സിന്തസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയാനുള്ള കാരണം. ഇതാണ് ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. ഇനി നമുക്ക് നോക്കാം. ഇനി ഓരോരുത്തരെ നമുക്ക് നോക്കാം. ആദ്യം സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിന് എടുക്കാം. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ കോംപ്ലക്സ്, FADH2 വരുന്ന കോംപ്ലക്സ് ആണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാണുള്ളത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളത്. സോ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പൊ P നമ്മൾ എന്തുമായിട്ട് മാച്ച് ചെയ്തു? P2 ആയിട്ട് മാച്ച് ചെയ്തു. ഇനി അടുത്തത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, പൈറുവേറ്റിനെ അസറ്റൈൽ CoA ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പൈറുവേറ്റ് എവിടെയാണുള്ളത്? പൈറുവേറ്റ് ഇപ്പം നമ്മുടെ മൈറ്റോകോൺട്രിയന്റെ മെട്രിക്സിന്റെ അകത്താണ് എത്തിയത്. സോ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ഉണ്ടാവുക, ആ എൻസൈം ഉണ്ടാവുക മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ്. അപ്പൊ നമുക്ക് Q ആരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? Q ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 3. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ആരാ? ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിന് നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ പൈറുവേറ്റ് ഉണ്ടാവും. പൈറുവേറ്റിന് മൾട്ടിപ്പിൾ പാത്വേ ഉണ്ട്. പൈറുവേറ്റിന് അസറ്റൈൽ CoA ആവണമെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയന്റെ അകത്ത് കയറണം, അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവണം. അതാണ് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി മസിൽസിലെല്ലാം ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയി മാറുന്ന സമയത്ത്, ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് മസിൽസിൽ എന്താ ചെയ്യുക? ഈ പൈറുവേറ്റ് എന്തായി മാറും? ലാക്റ്റിക് ആസിഡ് ആയി മാറും. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ്. അതിന് എന്താണ് പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നാണ് പറയുക. ഇത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. അനേറോബിക് റെസ്പിറേഷന്റെ വേറൊരു ടേം ആണ് ഫെർമെന്റേഷൻ. അല്ലേ? നമ്മൾ ആൽക്കഹോൾ ഫെർമെന്റേഷനും പഠിച്ചിട്ടുണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും പഠിച്ചിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എവിടെ നടക്കുക? പല ബാക്ടീരിയയിലും നമ്മളുടെ മസിൽ സെല്ലിലും ഒക്കെയാണ് നടക്കുക. ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുന്നത് ഈസ്റ്റിലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആണല്ലോ? സോ ഈ പൈറുവേറ്റിന് ലാക്റ്റിക് ആസിഡ് ആയി മാറ്റും അനേറോബിക് റെസ്പിറേഷന്റെ സമയത്ത്, അതായത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷന്റെ സമയത്ത്. ഇതിന് വേണ്ട എൻസൈമാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ സ്റ്റെപ്പ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോസോൾ, അതായത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. സോ ഈ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എവിടെ ഉണ്ടാവുക? അയാള് സൈറ്റോസോളിലാണ്, സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുക. സോ 6 നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? 1 മാച്ച് ചെയ്യാൻ പറ്റും.
ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് എ ടി പി സിന്തേസ് ആണ്. എ ടി പി സിന്തേസ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, എ ടി പി സിന്തേസ് നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചതാണ്. തൈലക്കോയിഡ് മെംബ്രെയിനിൽ നമുക്ക് എ ടി പി സിന്തേസ് കാണാൻ പറ്റും. പിന്നെ കോംപ്ലക്സ് 5നെ നമ്മൾ എ ടി പി സിന്തേസ് എന്ന് വിളിക്കാറുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലും ഉണ്ട്. പക്ഷേ നമുക്ക് ഫോട്ടോസിന്തസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ടി പി സിന്തേസ് എന്ന് പറയുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ഉള്ളത്. സോ യെസ് നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? യെസ്, നമ്മൾ 4ഉമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ P2 Q3 R1 S4 എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. അപ്പം ഇതുപോലെയുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്ററിന് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്ത് ആ എൻസൈംസ് ഒക്കെ എവിടെയാണ് എന്നുള്ള കൃത്യമായിട്ട് അതിന്റെ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോൺസെപ്ഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. മിഷൻ ഐസറിന്റെ എല്ലാ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് എന്നോട് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഇപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ആണ് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റും വിസിറ്റ് ചെയ്ത് നോക്കുക. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.